ലോക്സഭാംഗങ്ങളുടെ എണ്ണം 850 ഉയർത്താനുള്ള മണ്ഡല പുനർവിഭജന ബിൽ അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതാ സംവരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 3 ബില്ലുകളാണ് പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ സർക്കാർ അവതരിപ്പിക്കുന്നത്. വനിതാ സംവരണ ഭേദഗതി ബില്ലിൽ സമവായത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. മണ്ഡല പുനർവിഭജനത്തിന് ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കും. വനിതാ സംവരണം നടപ്പാക്കുന്നതിന് വഴിയൊരുക്കി 3 ഭേദഗതി ബില്ലുകളാണ് പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ സർക്കാർ അവതരിപ്പിക്കുന്നത്. ഭരണഘടനയുടെ 131 ഭേദഗതി ബില്ല്, ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കാനുള്ള ഡീലിമിറ്റേഷൻ ബില്ല്, കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ, അങ്ങനെ 3 ബില്ലുകളാണ് 16, 17, 18 തീയതികളിൽ നടക്കുന്ന പ്രത്യേക സമ്മേളനത്തിൽ കൊണ്ടുവരുന്നത്. ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം 850 ഉയർത്തുന്നതിന് വഴിയൊരുക്കുന്നതാണ് 131 ഭേദഗതി ബില്ല്. അതായത് സംസ്ഥാനങ്ങളിൽ നിന്നും 815 പേർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും 35 പേർ. ഇതിനായി ഭരണഘടനയുടെ 81 അനുച്ഛേദമാണ് ഭേദഗതി ചെയ്യുന്നത്. നിലവിൽ ഭരണഘടനയുടെ 81 അനുച്ഛേദം പ്രകാരമാണെങ്കിൽ സംസ്ഥാനങ്ങളിൽ നിന്നും 530ഉം കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും 20ഉമാണ്. മണ്ഡല പുനർവിഭജനത്തിന് ശേഷം വരുന്ന ലോക്സഭാ അംഗങ്ങളുടെ എണ്ണത്തിൽ നിന്നായിരിക്കും 1/3 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യുന്നത്. ഇതിനായി ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നതിനാണ് ഡീലിമിറ്റേഷൻ ബില്ല് കൊണ്ടുവരുന്നത്. 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർവിഭജനം ഇപ്പോൾ നടത്തിയാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കായിരിക്കും ഏറ്റവും വലിയ നഷ്ടമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കേരളത്തിൽ നിലവിൽ 20 ആയിരിക്കും. 2011 സെൻസസ് പ്രകാരമാണെങ്കിൽ ആ എണ്ണത്തിൽ വലിയ മാറ്റം വരാൻ സാധ്യതയില്ല. അതേസമയം തമിഴ്നാട്ടിലെ എണ്ണം 39 നിന്ന് 59 ആകും എന്നുള്ള സൂചനകളുണ്ട്. ഉത്തർപ്രദേശിൻ്റേത് 80 നിന്നും 120ഉം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുമുണ്ട്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ വനിതാ സംവരണം നടപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സുപ്രീം കോടതി ജഡ്ജിയായിരിക്കും ഡീലിമിറ്റേഷൻ കമ്മീഷന് നേതൃത്വം നൽകുക. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.